ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന് മൈക്ക് നീട്ടിയിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അവരുടെ പിന്തുണയിലും അവരുടെ സഖ്യകക്ഷികളുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ UDF മത്സരിക്കുന്നത്. ആണോ? ഇനിയിപ്പോ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. ഇവർക്കും ഈ ഷിബു വീരാൻ ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിയുമായി സീറ്റ് പങ്കിടില്ല എന്ന്? അവർ സീറ്റ് ധാരണ ഉണ്ടാക്കും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഒരു ഭാഗത്ത് SDPIയെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യണമെന്ന് പറയും. അത് പറയുന്നതിന് എന്താ തെറ്റ്? പറഞ്ഞാൽ വസീഫ് നിഷേധിക്കുമോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അല്ല, ഞങ്ങൾ അന്നൊന്നും ഇത് പറഞ്ഞില്ല. കാരണം എന്താ അറിയോ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു CPMന്റെ ഒരു നിലപാടിന്റെ കൃത്യത നിങ്ങൾ മനസ്സിലാക്കണം. അയ്യന്റെ മോനെ, ജമാഅത്തെ ഇസ്ലാമി അതാത് ഘട്ടങ്ങളിൽ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുക, അതായത് LDFനും UDFനും മാറി മാറി നൽകിയിട്ടുണ്ട്. അവർക്ക് ആ സമയത്ത് യോജിക്കാവുന്നവർ എന്ന നിലയ്ക്ക് അങ്ങനെ നിങ്ങളെ പിന്തുണച്ച ചരിത്രവുമുണ്ട്, നിങ്ങളത് അംഗീകരിച്ച ചരിത്രവുമുണ്ട്. അത് രേഖകളിൽ തന്നെയുള്ള ചരിത്രമാണ്. അത് താങ്കൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവൻ ശരിയല്ല. 96-ലും 11-ലുമുള്ള കഥ, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മറ്റു ചില കഥകൾ, അതൊക്കെ തൊട്ട് കഴിഞ്ഞ വർഷങ്ങളിലല്ലേ. അഭിമന്യു കൊലപാതകത്തിന് ശേഷം ആ കൂട്ടുകെട്ട് പിൻവലിക്കുമെന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെയും റെക്കോർഡിക്കലായി കടക്കുന്ന കാര്യങ്ങളല്ലേ വസീഫ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോകുന്നത്? അല്ല, അത് മനസ്സിലായില്ല. അഭിമന്യു കൊലപാതകത്തിന് ശേഷം SDPI കൂട്ടുകെട്ട് ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കും, ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇതാ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നതുണ്ട്. ആര് പറഞ്ഞു? എളമരം കരീമിന്റെ പ്രതികരണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊരു എന്തിനാണ് ഈ പറയുന്നത്? വന്ന വാർത്തകളെ നിഷേധിക്കാതിരിക്കൂ. ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വാർത്തകളെ കുറിച്ച് നിങ്ങൾ തന്നെ എന്തൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. നിങ്ങളിൽ ചിലർ എപ്പോഴും പൂർണ്ണമായും എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ കൂട്ടുപിടിക്കല്ലേ. ചില മാധ്യമങ്ങൾ നുണകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഈ RSSനെയും SDPIയെയും ഒക്കെ എല്ലാ വേദികളിലും എതിർക്കുന്നവരാണ് ഞങ്ങൾ. ചില തെരഞ്ഞെടുപ്പുകളിൽ അവരെവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു വരുന്ന സമയത്ത് അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ജയിച്ചു കഴിഞ്ഞാൽ ഉടനടി രാജിവെക്കുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അവരുടെ പിന്തുണയോടുകൂടി ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞപാടെ ഇടപെട്ട് അവരെ വാശിയോടുകൂടി ആ പിന്തുണയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന മുന്നണിയും പ്രസ്ഥാനവുമാണ് ഞങ്ങളുടേത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPI പിന്തുണയോടെ അധികാരത്തിലുണ്ടെങ്കിൽ രാജിവെക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നത് പാർട്ടി നയത്തിനെതിരാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അഭിമന്യു വധത്തിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ CPM SDPI കൂട്ടുകെട്ട് വ്യാപകമായി ചർച്ചയായത്. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ CPMനെ SDPI പിന്തുണച്ചു അടക്കമുള്ള വാർത്തകൾ അതിനുശേഷം വന്ന വാർത്തയാണ്. അതൊക്കെ അപ്പൊ തന്നെ രാജിവെക്കാൻ അവര് തന്നെ തീരുമാനമെടുത്ത് രാജിവെച്ചു. ഏത് CPMകാരന്റെയും രക്തത്തിലുണ്ട് RSSനെയും SDPയെയും ഒക്കെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അവർക്കെതിരെ സംസാരിക്കണമെന്നും. ആരെങ്കിലും വസീഫ് കേൾക്കൂ, നിങ്ങളുടെ നേതാക്കൾ പറയുന്നതാണ്. അങ്ങനെ വോട്ട് ചെയ്യും, അതല്ലേ ഞാൻ വളരെ കൃത്യമായിട്ടല്ലേ സ്മൃതി. വസീഫ് ഒന്ന് കേൾക്കൂ. ഉണ്ടായിരുന്നത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് നോക്കൂ വസീഫ് കേൾക്കൂ. 2011 മനോരമ ന്യൂസ് സംഘടിപ്പിച്ച വോട്ട് ഫണ്ട് പരിപാടിയിൽ ജമാഅത്ത് പിന്തുണയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ മറുപടി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPMന്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ജമാഅത്തെ വിട്ടോ? അല്ല,
അത് പിന്നെ ഞാൻ ജമാഅത്തും വിടില്ല, SDPI വിടില്ല. എന്നാ പറഞ്ഞേക്കൂ. ഇത് എന്റെ മാത്രമല്ല, ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും CPM-ന്റെ നിലപാടാണ്. ഞങ്ങൾ വിടില്ല. ക്ഷമയോടെ കേൾക്കൂ. പാലോടിയുടെ വാചകങ്ങളല്ലേ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPM-ന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരുടെയും നിലപാടുകൾ സത്യമാണല്ലോ. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിലാണോ നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് പലപ്പോഴും ജമാഅത്തെ നിങ്ങളെ പിന്തുണച്ചിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന SDPI എന്നുള്ള സംഘടനയുമായി ഞങ്ങൾ കൂട്ടില്ല എന്ന് പറയുന്നിടത്താണ് അത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ അഭിമന്യു കൊലപാതകത്തിന് ശേഷം പലയിടത്തും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നല്ലോ SDPI ആയിട്ടുള്ള ബന്ധം. ജമാഅത്തെ ഇസ്ലാമി അല്ല വസീഫ്, SDPI. SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ ഏതെങ്കിലും പ്രാദേശികമായി എവിടെയെങ്കിലും അവർ വോട്ട് ചെയ്ത് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ മറ്റോ ജയിച്ചാൽ തന്നെ അത് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാ. അത് അഭിമന്യുവിനെ കൊന്നതുകൊണ്ടൊന്നല്ല. നിങ്ങളിപ്പോ ശ്രമിക്കുന്നത് എന്താ സ്മൃതി? നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഈ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ LDF-ഓ UDF-ഓ കൂടെ കൂട്ടി ഞാനും ചോദിച്ചോട്ടെ, അങ്ങനെ ആഗ്രഹമുണ്ടോ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്ത് നല്ല വിജയത്തിലെത്തിയ രണ്ടുപേരുടെ ആ വിജയത്തെ നിങ്ങൾ തള്ളിക്കളയുന്നിടത്താണ് പ്രശ്നം. അവിടെ നിങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തള്ളിക്കളയാണെന്നേ. മലപ്പുറം പറപ്പൂരിൽ നേരത്തെ SDPI CPM സഖ്യമുണ്ടായി. വെൽഫെയർ പാർട്ടി, PDP എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ CPM പഞ്ചായത്ത് ഭരണം പിടിച്ചു. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഈ പറപ്പൂരിലൊക്കെ സംഭവിച്ചു. ഇവിടെ അടുത്താ, ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത പറപ്പൂര്, നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ നടന്നത് എന്താ? അവിടെ കുറെ സ്വതന്ത്രന്മാർ സ്വതന്ത്രമായി മത്സരിക്കുകയും അങ്ങനെ സ്വതന്ത്രമായി ഒരു മുന്നണി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അതിൽ SDPI-കാരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടോ അവർ സ്വതന്ത്ര രീതിയിൽ തീരുമാനം എടുത്തതാ. അതിൽ പിന്നീട് അത് SDPI-ക്ക് ബന്ധമുള്ള ഒരാൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ശക്തമായ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ സഖ്യകക്ഷിയായി കാണുന്ന SDPI-യുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദേശീയ തലത്തിൽ എടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ. കേരളത്തിന് പുറത്ത് CPM ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ നിന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആന എന്ന് പറയുമ്പോൾ ചേന എന്ന് പറയല്ലേ, വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയായി പ്രവർത്തിക്കുന്നതായിരുന്നു ഇവിടെ. അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വായിച്ച ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മതബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്ന പറയുന്നു. വസീഫ് ഇപ്പോൾ വയനാട്ടിലെ വർഗീയ വോട്ട് പറയുകയും ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേദനിക്കേണ്ട എന്ന് പറയുമ്പോഴും മുഴുവൻ മുസ്ലിങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് കൂടിയുണ്ടല്ലോ വസീഫ്. ഇന്നത്തെ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണോ CPM എന്ന തലക്കെട്ടിലാണ്. അത് വസീഫും വായിച്ചു കാണുമല്ലോ. സുപ്രഭാതത്തിനെയൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കുക. സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്ത സുന്നിയുടെ ഒരു പത്രമാണ്. ആ പത്രത്തെ അവരുടെ സ്വതന്ത്ര നിലപാടിനെയെല്ലാം ഇപ്പൊ മുസ്ലിം ലീഗ് അങ്ങ് വരിഞ്ഞു മുറുക്കിയിരിക്കുക, ഭീഷണിപ്പെടുത്തിയിരിക്കുക, അങ്ങ് ഒതുക്കിയിരിക്കുക. 2024 CPM-ന് ലോക്സഭയിൽ ആകെ 4 അംഗങ്ങളാണല്ലോ. CPM-ന് ലോക്സഭയിൽ 4 അംഗങ്ങളാണല്ലോ. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരും രാജസ്ഥാനിൽ ഒരാളും ജമാഅത്തിന്റെ പിന്തുണയിൽ കൂടി ജയിച്ചവരാണ്. മനസ്സിലായോ? BJP എന്ന് പറയുന്ന ഒരു മുഖ്യ ശത്രുവിനെ, രാജ്യത്തിന് അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന BJP, സംഘപരിവാർ ആശയങ്ങൾ, ധ്രുവീകരണ രാഷ്ട്രീയം, ഇതിനെതിരെ എങ്ങനെ ഈ രാജ്യത്ത് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കാൻ പറ്റുമോ ആ ഐക്യമുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞു. BJP ശക്തിയായി വരുന്ന സ്ഥലങ്ങളിൽ BJP-യെ തകർക്കാൻ ആവശ്യമായ സകല പരിപാടികളും ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ BJP-യെ തകർക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വസീഫ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ ഫ്ളാഗ് എന്തുകൊണ്ട് അവിടെ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല? എന്തായിരുന്നു അമിത്ഷാ ഡൽഹിയിൽ പറഞ്ഞത്? ലീഗിന്റെ കൊടി എവിടെ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ആ കൊടി കാണിച്ച് അവിടെ അമിത്ഷായ്ക്ക് പറയാൻ സാഹചര്യം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ അവിടെയും ആരെയാണ് സഹായിച്ചത് വസീഫ്? നിങ്ങൾ ആരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന തീവ്രതയുടെ അളവുകൾ ഒന്ന് എടുത്ത് കാണിക്കൂ.
എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ ഈ വാദം ഉന്നയിക്കുന്നത് എന്തിനാണ് വസീഫ്? എന്തിനാണ് അപകടകരമായി കളി? എന്തിനാണ്? ഇന്ന് പാലക്കാട് നടന്ന കാര്യം അറിയാലോ വസീഫിന്. ഇന്നും ഇന്നലെയുമായി പാലക്കാടൊക്കെ നടക്കുന്ന കാര്യം വസീഫിന് അറിയാമല്ലോ. VHP നടത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൊടി പോലും അവർ ഉപേക്ഷിച്ചു എന്ന്. ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് ഉപേക്ഷിച്ചതല്ല, അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതല്ല മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി. അത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കട്ട പിടിച്ചിട്ടുള്ള മുസ്ലിം വിരുദ്ധത തന്നെയാണ്. അവരുടെ മനസ്സിലുള്ള ഇസ്ലാമോഫോബിയയാണ്. ലീഗിന്റെ കൊടി പോലും കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മോശമാക്കി എന്ന മനസ്സിലാക്കൽ CPM ഇല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം വസീഫ്. ലീഗിന്റെ കൊടി പോലും ഇവിടെ ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗിന്റെ കൊടി ഒരു തീവ്രവാദ കൊടിയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അല്ല, പരിഹസിച്ചതല്ല. ഞങ്ങൾ പറഞ്ഞതെന്താ, പച്ച എന്നത് ഞങ്ങളൊക്കെ പച്ച ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അസ്വസ്ഥമാകും. അത് അസ്വസ്ഥമാകുന്നത് രാഹുൽ ഗാന്ധിക്കേ ഉള്ളൂ, അത് കോൺഗ്രസിനേ ഉള്ളൂ. ഞാൻ പറയട്ടെ, പച്ചക്കൊടിയെ ഞങ്ങളല്ല. ഇവിടെ ഈ കേരളത്തിനകത്ത് ഈ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും കാണിച്ച് വളരാൻ വെമ്പൽ കൊള്ളുന്ന RSS ഉണ്ട്, BJP ഉണ്ട്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. സംശയമൊന്നുമില്ലല്ലേ? ഈ പ്രശ്നം തീർന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗും ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ, അല്ലെങ്കിൽ അവരങ്ങ് പ്രഖ്യാപിക്കട്ടെ ഞങ്ങൾക്ക് SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണ്ട. അവർ ഈ സമൂഹത്തിൽ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.